പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 10th പ്രിലിംസിന്റെ അഞ്ചാമത്തെ ഫേസ് പരീക്ഷയ്ക്കകത്ത് SCERT പുസ്തകങ്ങൾക്ക് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്കുകൾ SCERT പുസ്തകങ്ങൾ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ഒന്ന് വിശകലനം ചെയ്യണം അല്ലെ. അപ്പോൾ വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതിപ്പോൾ അടുത്ത 10th പ്രിലിംസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷ ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയ്ക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കണ്ട ശേഷം നിങ്ങൾ ആ ക്ലാസ് കൂടി കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും. അപ്പൊ അതിനകത്ത് നമ്മുടെ കഴിഞ്ഞ 10th പ്രിലിംസിനകത്ത് നോക്കിയാൽ നമുക്കൊരു ചോദ്യം കാണാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ എന്താണ് അതിന്റെ ഉത്തരം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, വന്യജീവി സങ്കേതങ്ങളുടെയും നാഷണൽ പാർക്കുകളിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വന്യജീവി സങ്കേതം നോക്കാം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് എന്തെന്ന് പറയുന്നത് വന്യജീവി സങ്കേതങ്ങൾ. അപ്പൊ അതിന്റെ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്താണ്? ആവാസ വ്യവസ്ഥകൾ എന്ത് ചെയ്യുക, പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് എന്ത്, നമ്മുടെ വന്യജീവി സങ്കേതം. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് വന്യജീവി സങ്കേതങ്ങളുടെ ഉദാഹരണം? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. പേപ്പാറ, അതുപോലെ പെരിയാറ്, നമ്മുടെ വയനാട് തുടങ്ങിയ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പേപ്പാറ. എന്താണ്? പേപ്പാറ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ വയനാട് എന്താണ്, വന്യജീവി സങ്കേതത്തിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മൂന്നും, പേപ്പാറ, പെരിയാർ, വയനാട്, ഇത് മൂന്നും എന്താണ്, വന്യജീവി സങ്കേതമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് നാഷണൽ പാർക്കുകളുടെ പ്രത്യേകതയാണ്. എന്താണ് നാഷണൽ പാർക്കുകളുടെ പ്രത്യേകതയാണ് നോക്കുന്നത്. എന്താണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം എന്ത് ചെയ്യുന്നു, ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ പാർക്കുകൾ. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത് എന്തേ വരുന്നുള്ളൂ, വന്യജീവികളുടെ വംശനാശം തടയുന്നതാണ് നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ. എന്നാൽ നാഷണൽ പാർക്കുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, വന്യജീവി സംരക്ഷണത്തിനോടൊപ്പം തന്നെ അവർ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി സംരക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ചരിത്ര സ്മാരകങ്ങൾ അവർ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? ചരിത്ര സ്മാരകങ്ങൾ അവർ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ഭൗമ സവിശേഷതകൾ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി നമ്മുടെ വന്യജീവികളെ മാത്രം സംരക്ഷിക്കാതെ അതിന്റെ കൂടെ തന്നെ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും കൂടിയൊക്കെ സംരക്ഷിക്കുന്ന എന്താണ് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള കുറച്ച് വനമേഖലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നാഷണൽ പാർക്കുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഇരവികുളം, രണ്ട് സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്ക്. ഒരുപാട് ചോലകൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ചോലകൾ വരുന്നതെല്ലാം നാഷണൽ പാർക്കുകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ചോലകൾ വരാതെ പിന്നെ വരുന്ന ഏതൊക്കെയാണ്? നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കും അതുപോലെ തന്നെ സൈലന്റ് വാലി നാഷണൽ പാർക്കുമാണ്. ബാക്കി വരുന്നത് എല്ലാം ചോലകളാണ്. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. അതിന്റെ കൂടെ തന്നെ എന്ത് വരുന്നുണ്ട്? ഇരവികുളവും സൈലന്റ് വാലിയും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നിലവിലുള്ള കേരളത്തിലെ നാഷണൽ പാർക്കുകൾ. അപ്പൊ എന്താണ് വന്യജീവി സങ്കേതം എന്നും എന്താണ് നാഷണൽ പാർക്ക് എന്നും വളരെയധികം നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥയെ എന്ത് ചെയ്യാണ്, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, വന്യജീവികളുടെ വംശനാശം തടയുന്നതിനായിട്ട്. അത് മാത്രമാണ് എന്താ, ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, വന്യജീവികളുടെ വംശനാശം തടയുക. ഇത് രണ്ടുമാണ് വന്യജീവി സങ്കേതങ്ങളുടെ പ്രത്യേകത. ഓക്കെ, അപ്പൊ വന്യജീവി സങ്കേതത്തിന്റെ ലക്ഷ്യം എന്താണ്? ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, അതുപോലെ തന്നെ വന്യജീവികളുടെ വംശനാശം തടയുക. ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞു? പേപ്പാറ വന്യജീവി സങ്കേതം പറഞ്ഞു, പെരിയാർ വന്യജീവി സങ്കേതമാണ്, വയനാട് വന്യജീവി സങ്കേതമാണ്. എന്നാൽ നാഷണൽ പാർക്ക് ആണെങ്കിലോ അത് വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് കുറച്ച് ഉദാഹരണം എന്തൊക്കെയാണ്? 3 ചോലകൾ, നമ്മുടെ ആനമുടി ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, പിന്നെ ഇരവികുളവും
നിശബ്ദവും അതുപോലെ തന്നെ നമ്മുടെ സൈലന്തിരി വനം അല്ലെങ്കിൽ സൈലന്റ് വാലി അല്ലെ. അപ്പോൾ ഇത്രയും കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല, വളരെയധികം ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത നമുക്ക് നോക്കാനായിട്ട് പോകുന്ന നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം. ഓക്കെ, അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാം ക്ലാസ്സിനകത്ത് എടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ പ്രിലിംസിനകത്ത് കണ്ടതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടിയിരുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് പകരുന്ന രീതികൾ അതുപോലെ തന്നെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പകരുന്ന രീതികൾ നോക്കുകയാണെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് വായുവിലൂടെ പകരുന്നതാണ്, എയറിലൂടെ ബൈ എയർ നോക്കുകയാണെങ്കിൽ. ഒന്ന് ജലദോഷം, 2 ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. എന്തൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നീ 4 രോഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? എയർ ആണല്ലേ, അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് എന്ത്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് വെള്ളം അതുപോലെ തന്നെ ആഹാരത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്നാണ്. ഒന്നാമത് പറയുന്നത് എലിപ്പനി. എലിപ്പനി വെള്ളത്തിലൂടെയാണ് കേട്ടോ. അതുപോലെ ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അപ്പൊ എന്തൊക്കെയാണ് ജലത്തിലൂടെ അല്ലെങ്കിൽ വാട്ടറിലൂടെ പകരുന്ന രോഗങ്ങൾ? എന്തൊക്കെയാണ്? എലിപ്പനി ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, കോളറ ഉണ്ട്, മഞ്ഞപ്പിത്തം. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ എങ്ങനെയാണ് പകരുന്നത്? ആഹാരത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈച്ച മുഖേനയാണ് കേട്ടോ. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കോളറയും വയറിളക്കവുമാണ്. കോളറയും വയറിളക്കവും എങ്ങനെയാണ് പകരുന്നത്? ഈച്ചകൾ മുഖാന്തരം പകരുന്ന രോഗങ്ങളാണ് കോളറയും അതുപോലെ തന്നെ വയറിളക്കവും. അടുത്ത് നമുക്ക് നോക്കേണ്ടത് കൊതുക് മുഖേനയാണ് കേട്ടോ, ബൈ മസ്കിറ്റോ. കൊതുക് മുഖേനയാണെങ്കിൽ അത് ഏത് വരുന്നുണ്ട്? മന്ത് വരുന്നുണ്ട്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ പകരുന്നത് എങ്ങനെയാണ്? കൊതുക് മുഖാന്തരം പകരുന്ന രോഗങ്ങളാണ് എന്തൊക്കെ? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. അടുത്ത സമ്പർക്കം മുഖേനയാണെങ്കിൽ എന്തൊക്കെ വരുന്നുണ്ട്? ചെങ്കണ്ണും കുഷ്ഠവും ഒക്കെ വരുന്നത് എങ്ങനെയാണ്? സമ്പർക്കം അല്ലെങ്കിൽ ആൾക്കാർ തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സമ്പർക്കം മുഖാന്തരം നമുക്ക് പകരുന്ന രോഗങ്ങളാണ് എന്തൊക്കെ? ചെങ്കണ്ണും അതുപോലെ തന്നെ കുഷ്ഠവും. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറഞ്ഞു തരാം. വായുവിലൂടെ പകരുന്നതാണെങ്കിൽ ബൈ എയർ ആണെങ്കിൽ എന്തൊക്കെ വരുന്നുണ്ട്? ജലദോഷം വരുന്നുണ്ട്, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. ആഹാരം അല്ലെങ്കിൽ വെള്ളം മുഖാന്തരമാണെങ്കിൽ കോളറ വരുന്നുണ്ട്, ടൈഫോയിഡ് വരുന്നുണ്ട്, എലിപ്പനി വരുന്നുണ്ട്, മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. ഈച്ച മുഖാന്തരമാണെങ്കിൽ കോളറ വരുന്നുണ്ട്, വയറിളക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊതുക് മുഖാന്തരമാണെങ്കിൽ മലമ്പനി വരുന്നുണ്ട്, മന്ത് വരുന്നുണ്ട്, ഡെങ്കിപ്പനി വരുന്നുണ്ട്, നമ്മുടെ ചിക്കൻ ഗുനിയ വരുന്നുണ്ട്. എന്നാൽ ചിക്കൻ പോക്സ് ആണെങ്കിൽ വായുവിലൂടെയാണ്. ഓക്കെ, അടുത്ത സമ്പർക്കമാണെങ്കിൽ എന്ത് വരുന്നുണ്ട്? ചെങ്കണ്ണ് വരുന്നുണ്ട്, കുഷ്ഠം വരുന്നുണ്ട്. അപ്പൊ പകരുന്ന രീതികൾ, പകരുന്ന രോഗങ്ങൾ, പരക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് മനസ്സിലായി. ഏതൊക്കെ രോഗങ്ങൾ എങ്ങനെയൊക്കെ പകരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ അൾട്രാസോണിക് സൗണ്ടുകളും അതുപോലെ സോണാറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കേണ്ട കുറച്ചധികം പോയിന്റുകൾ ഈ ഒരു SCERT ടെക്സ്റ്റിന്റെ ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ട് കുറച്ചധികം പോയിന്റുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. അപ്പൊ 20 ഹെർട്സിന് താഴെയുള്ള തരംഗങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് പറഞ്ഞു? ഇൻഫ്രാസോണിക് ആണ്. ഇൻഫ്രാസോണിക് ആണ് അല്ലെ. ഇൻഫ്രാസോണിക് സൗണ്ട് 20 ഹെർട്സിന് താഴെയാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ്? 20,000 ആണ് അല്ലെ. ശ്രദ്ധിക്കുക, എത്രയാണ്? 20,000 ആണ് കേട്ടോ. 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടുകൾ നമ്മൾ എന്തെന്ന് പറയുന്നു? അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, 20 ഹെർട്സിന് താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക്കും, 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അതെന്താണ്? അൾട്രാസോണിക് സൗണ്ടുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ഗാൽട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏകദേശം 30,000 ഹെർട്സിന് മുകളിലാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ഗാൽട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ഹെർട്സിന് മുകളിലാണ് അല്ലെ. ഇപ്പൊ ഗാൽട്ടൺ വിസിലിൽ നിന്നും പുറത്തു വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് 30,000 ഹെർട്സിന് മുകളിലാണ്.
ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായകൾ കേൾക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ആ ഒരു പ്രത്യേകത ശ്രദ്ധിക്കാം, മനുഷ്യന് കേൾക്കാതിരിക്കുകയും അതുപോലെ തന്നെ നായകൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ 20,000 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് വരെയൊക്കെ എന്ത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിൽ തന്നെ ഈ ഒരു 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ എന്താണ്, അത് അൾട്രാസോണിക് സൗണ്ട് ആണ്, അത് കേൾക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ 30,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അത് ഗാൽട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്ന സൗണ്ട് ആണ്, അത് നായകൾക്ക് മാത്രമേ കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുമെങ്കിൽ അവയ്ക്ക് രാത്രിയിൽ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ്, വവ്വാലുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് എന്താണ്, വവ്വാലുകളാണ് അല്ലെ. അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞതിന്റെ സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണ്, 20,000 ഹെർട്സിന് മുകളിലാണ് അൾട്രാസോണിക് സൗണ്ട് അല്ലെ. അപ്പൊ വവ്വാലുകൾക്ക് അൾട്രാസോണിക് സൗണ്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഉണ്ടാക്കാനും കേൾക്കാനായിട്ട് കഴിയുന്ന ജീവിയാണ് എന്തെന്ന് പറയുന്നത്, വവ്വാലുകൾ എന്ന് പറയുന്നത്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് മനുഷ്യന് കേൾക്കാനായിട്ട് സാധ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധ്യമാണോ ഈ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ? അല്ലേ അല്ലെ. അപ്പൊ റീസൺ എന്താണ്, 20,000 ഹെർട്സിന് താഴെയും എന്നാൽ 20 ഹെർട്സിന് മുകളിലുമാണെങ്കിലേ മനുഷ്യനെ കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകളാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 20 ഹെർട്സിന് മുകളിൽ 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകളാണ് എന്ത് ചെയ്യുന്നത്, ഭൂകമ്പം ഉണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത് 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സൗണ്ട് ആർക്ക് കേൾക്കാനായിട്ട് കഴിയത്തില്ല, മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയുന്ന ശ്രവണ പരിധി എത്രയാണ്, 20 ഹെർട്സിന് മുകളിലും 20,000 ഹെർട്സിന് താഴെയുള്ള ഒരു സൗണ്ട് പരിധിയാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, 20,000 ഹെർട്സിന് താഴെയാണ്. ഇത് മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയത്തില്ല. 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടുകൾ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്, ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ്. അപ്പൊ അത്രയും ക്ലിയർ അല്ലേ. എന്നാൽ അതുപോലെ തന്നെ ഈ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗം ചോദിക്കുകയാണെങ്കിൽ കടലിന്റെ ആഴം അളക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടുകളാണ് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഈ അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കടലിന്റെ ആഴം കണക്കാക്കുന്നത്. കടലിന്റെ ആഴം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണെന്ന് വെച്ചാൽ അത് സോണാർ ആണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ ഫുൾ ഫോം കേട്ടോ. സോണാർ, ഇതാണ് സോണാർ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കടലിന്റെ ആഴം നമ്മൾ കണക്കാക്കുന്നത് സോണാർ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ സോണാർ പ്രവർത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാന തത്വത്തിലാണ്, നമ്മുടെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സോണാർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്, 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് 20 ഹെർട്സിന് മുകളിലും 20,000 ഹെർട്സിന് ഇടയിൽ അല്ലെങ്കിൽ താഴെയുള്ള സൗണ്ടാണ് മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയുന്നത്. ഭൂകമ്പം ഉണ്ടാകുമ്പോഴത്തേക്കും വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണ്, 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടാണ്. എന്നാൽ നമ്മുടെ നായകൾക്കൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൽട്ടൺ വിസിൽ. ഇത് 30,000 ഹെർട്സിന് മുകളിലുള്ളതാണ്. എന്ത്, ഗാൽട്ടൺ വിസിൽ എന്ന് പറയുന്നതിന്റെ ഫ്രീക്വൻസി 30,000 ഹെർട്സിന് മുകളിലുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വവ്വാലുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുന്ന ജീവികളാണ് എന്ത്, വവ്വാലുകൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭൂകമ്പം ഉണ്ടാകുമ്പോഴത്തേക്കും വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, 20 ഹെർട്സിന് താഴെയാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സോണാർ, കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന സോണാർ പ്രവർത്തിക്കുന്നത് എന്തിന്റെ തത്വത്തിലാണ്, നമ്മുടെ ഈ ഒരു അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് സോണാർ പ്രവർത്തിക്കുന്നത്. സോണാർ എന്തിനു ഉപയോഗിക്കുന്നതാണ്, കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. സോണാറിന്റെ ഫുൾ ഫോം എന്താണ്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ ഫുൾ ഫോം. അപ്പോൾ ഇത്ര ഇതിലും വേറെ സംശയമൊന്നുമില്ല, വളരെയധികം ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സൾഫ്യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൾഫ്യൂറിക് ആസിഡിന്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിരുന്നു, ഒരു ചോദ്യം നമ്മുടെ 5th ഫേസിനകത്ത് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നോക്കേണ്ടത് സൾഫ്യൂറിക് ആസിഡ് കിങ് ഓഫ് ആസിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2SO4 ആണ് അല്ലെ. H2SO4 ആണ് സൾഫ്യൂറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്, നമ്മുടെ H2SO4 ആണ്. ഇതിന്റെ കുറച്ചധികം ഉപയോഗങ്ങൾ നമ്മളൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഒന്നാമത്തെ ഉപയോഗം എന്താണ്, രാസവസ്തുക്കളുടെ നിർമ്മാണം. മറ്റ് രാസവസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് സൾഫ്യൂറിക് ആസിഡ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിർജ്ജലീകരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. സൾഫ്യൂറിക് ആസിഡ് നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. രാസവള നിർമ്മാണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. രാസവള നിർമ്മാണത്തിന് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പെട്രോളിയത്തിന്റെ ശുദ്ധീകരണത്തിന് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പെയിന്റ് നിർമ്മാണത്തിന് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്.
ഫൈബർ നിർമ്മാണത്തിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, സ്ഫോടക വസ്തു നിർമ്മാണത്തിനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മറ്റ് രാസവസ്തുക്കൾ നിർമ്മിക്കാനായിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, നിർജ്ജലീകരണത്തിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, രാസവള നിർമ്മാണത്തിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെട്രോളിയം ശുദ്ധീകരണം, പെയിന്റ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം എന്നിവയാണ് എന്ത് സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗം നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബേസിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 7 തരത്തിലാണ്. എന്തിനൊക്കെയാണ്? രാസവസ്തുക്കളുടെ നിർമ്മാണം, നിർജ്ജലീകരണം, രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, പെയിന്റ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് നമ്മുടെ 5th ഫേസ് അല്ലേ? 5th ഫേസിൽ നമ്മുടെ SCRT-യിനകത്ത് ചോദിച്ചിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇതിനാണ് നമ്മുടെ ഈ ഒരു SCRT സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. 5th ഫേസിന്റെ SCRT സീരീസിന്റെ ഫസ്റ്റ് ക്ലാസ് ഒരുപാട് പേര് കാണാനായിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? ക്ലാസ് തീർച്ചയായിട്ടും കാണുക. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം? ഈ പോർഷനിൽ നമ്മുടെ വലത് ഭാഗത്തായിട്ട് ഈ പോർഷനിൽ ഞാൻ എന്ത് ചെയ്യാം? അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ആ ക്ലാസ് കാണുക. കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. 1-2 തവണ ഈ ഒരു SCRT സീരീസ് കാണുകയാണെങ്കിൽ വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിനു മുന്നേ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.